വെൽക്കം ടു അല്ലീസ് പ്ലാനറ്റ്. ഞങ്ങൾ ഇന്ന് തെള്ളിയൂർ വാണിപ്പത്തിനാണ് പോകുന്നത്. അവിടെ കണ്ടാലും തീരാത്തത്ര കടകളാണുള്ളത്, ഒരുപാട് കടകള്. വൃശ്ചിക മാസത്തിലാണ് അവിടെ തെള്ളിയൂർ വാണിപ്പത്തിന് കടകളൊക്കെ വരുന്നത്. അവിടെ തെള്ളിയൂർ ഭഗവതി ഉണ്ട്, തെള്ളിയൂർ ഭഗവതി. അപ്പോൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രമാണ്, അതുകൊണ്ട് ഞങ്ങൾ എല്ലാ വർഷവും അവിടെ പോകാറുണ്ട്. അപ്പോൾ ഇത്തവണത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. തെറ്റാലിയൊക്കെ കാണുന്നുണ്ട്. അല്ലി ഇതെല്ലാം ഒന്ന് നോട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഇതൊക്കെ വാങ്ങിക്കാമെന്നാണ് അല്ലിയുടെ അടുത്ത് പറഞ്ഞ് സമാധാനിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അവിടെ കൂടുതലും ഈ പിച്ചാത്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറേ അധികം ഉണ്ട്. പിന്നെ ഉണക്കമീൻ സ്രാവ് വിൽപ്പനയ്ക്ക് പേരുകേട്ടതാണ് തെള്ളിയൂർ വാണിഭം എന്ന് പറയുന്നത്. പക്ഷെ ഇത്തവണ അധികം ഒന്നും അത് കണ്ടില്ല. ഇനി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ തുടങ്ങിയ സമയത്ത് പോയത് കൊണ്ടായിരിക്കും. ഇനി തുടങ്ങുന്ന കുറച്ചുകൂടെ ദിവസങ്ങൾ കഴിയുമ്പോൾ കുറേ അധികം ഉണ്ടാവും. പാർക്ക് തുടങ്ങിയില്ലായിരുന്നു, പാർക്കും വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇതേ കുറച്ച് ചട്ടികള്, കലങ്ങള്, അതൊക്കെ ഭരണികള്, പിച്ചാത്തികള്, അങ്ങനെ കുറേ അധികം ഐറ്റംസിന് പേര് കേട്ടതാണ്. അല്ലി ഒരു പാവ എടുത്തിട്ടുണ്ട്. വില കൂടുതലായതുകൊണ്ട് അവിടെ തന്നെ വെച്ചേക്കാൻ പറഞ്ഞു. പിന്നെ അതേ കുറേ അധികം പ്ലാസ്റ്റിക് പാത്രങ്ങളുണ്ട്, ബക്കറ്റുകൾ, അങ്ങനെ അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അത്രയധികം സാധനങ്ങളാണ് അവിടെ കിട്ടുന്നത്. അച്ഛനും അല്ലിക്കുട്ടിയും കൂടെ കടകളെല്ലാം കയറി സാധനങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അല്ലിയുടെ ഇഷ്ടപ്പെട്ട ഏരിയ ആണ് ഇത്. പെന്നിൻ്റെ കളക്ഷൻ ഉള്ളത്. ഇത് കണ്ടിട്ട് എനിക്ക് തല കറങ്ങി. അത്രയധികം കളക്ഷനാണ്. പെന്ന്, ഇറേസർ, പേപ്പർ സോപ്പ്. അല്ലിക്ക് ഇതെല്ലാം കണ്ടപ്പോഴേ മനസ്സിലായത് പേപ്പർ സോപ്പൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുവാണ്. പേപ്പർ സോപ്പ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ അതേ വെറൈറ്റി പെൻസിലുകളുണ്ട്. അല്ലി അത് ഇവിടുന്നും എല്ലാം പറക്കിയെടുക്കുവാണ്. പറക്കിയെടുത്ത് ബില്ലടിച്ചപ്പോഴത്തേനും നമ്മൾ ഉദ്ദേശിച്ചതിനെക്കാട്ടിലും ഭയങ്കര വിലയായിപ്പോയി. ഇതിനൊക്കെ ബാർഗെയിൻ ചെയ്തൊക്കെ എടുക്കണമായിരിക്കും. ഇതിനൊക്കെ അവർ പറയുന്ന പൈസയല്ലേ. എന്നാലും വേണ്ടിയില്ല, അല്ലിയും കൊണ്ട് പോയതല്ലേ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കുറച്ചൊക്കെ വാങ്ങിച്ചു. അതേ വെറൈറ്റി, ഇത് ഗണ്ണിൻ്റെ ഷേപ്പിലുള്ള പെൻ. ഇതൊക്കെ പെന്നാണ് കേട്ടോ, വളരെ ക്യൂട്ടായിട്ടുള്ള പെന്നാണ്. പിന്നെ കുട്ടികൾ എടുത്തില്ലെങ്കിൽ എങ്ങനെ, അത്ഭുതമല്ലേ. നോക്കൂ എന്ത് വെറൈറ്റി പെന്നുകളാണെന്നോ. തോറിൻ്റെ ആയുധമായിട്ടുള്ള ഒരു ചുറ്റിക ടൈപ്പില്ല, അവഞ്ചേഴ്സിലെ, അതൊക്കെ ഇരിക്കുന്നത് കണ്ടു. പിന്നെ ഇതേ കുറേ അത് ഇറേസർ ഉണ്ട്, നോട്ട്ബുക്കുകളുണ്ട്, വെറൈറ്റി നോട്ട്ബുക്കുകളുണ്ട്. ഇതാണ് പേപ്പർ സോപ്പ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഇത് വെറൈറ്റി മാലകളുണ്ട്. ഇത് പുതിയ ഐറ്റം ആണെന്ന് തോന്നുന്നു, പുതിയ ട്രെൻഡാണെന്ന് തോന്നുന്നു. കഴിഞ്ഞ വർഷമൊന്നും കണ്ടില്ല, ഇത്തവണയാണ് ഇതുപോലത്തെ മാലകൾ കണ്ടത്. കുറേ അധികം കമ്മലുകൾ. പാർക്കിൽ പോയി അന്വേഷിക്കാൻ വേണ്ടി പോവാണ് അച്ഛനും അല്ലിക്കുട്ടിയും കൂടെ. പക്ഷെ പാർക്ക് ഓപ്പൺ ആയില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിൽ വിഷമിച്ച് അല്ലി ഇങ്ങ് പോന്നു. പിന്നെ പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അല്ലിക്ക് പാനിപ്പൂരി അധികം ഇഷ്ടമല്ല, പക്ഷെ ഞാനൊരു പാനിപ്പൂരി കഴിച്ചു. അല്ലിക്ക് കുറച്ച് കോളിഫ്ലവർ ഫ്രൈ വാങ്ങിച്ചു. പിന്നെ അതേ ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അല്ലി വിടത്തില്ലല്ലോ. ഒരു സ്ട്രോബെറി ഐസ്ക്രീം കഴിച്ചു. എനിക്ക് തരൂലെന്നാണ് അല്ലി പറഞ്ഞത്. പിന്നെ വേറെ എന്താ വിശേഷം? പിന്നെ അടുത്ത കട തേടി പോവുകയാണ്. ഒരു പിച്ചാത്തിയൊക്കെ വാങ്ങിച്ചു. പിച്ചാത്തിയൊക്കെ അത്യാവശ്യമുള്ള സാധനങ്ങളല്ലേ, വെറൈറ്റി പിച്ചാത്തികളൊക്കെ കണ്ടു. പിന്നെ കുറച്ച് സ്നാക്സ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. സ്നാക്സ് ഷോപ്പിൽ കയറി. ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് 100 രൂപ അങ്ങനെയാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഒരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അങ്ങനെ കുറേ അധികം കടകളുണ്ട്, ജ്യൂസ് കടകളുണ്ട്. കൊലുസ് കണ്ടു. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വന്നപ്പോഴും കൊലുസ് വാങ്ങിച്ചു. ഇത്തവണ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള കൊലുസ്. ഞാൻ സെലക്ട് ചെയ്തത് വേറെ, അല്ലി സെലക്ട് ചെയ്തത് വേറെ. പിന്നെ അവർക്ക് ഇഷ്ടമുള്ളതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ. പിന്നെ അല്ലിയുടെ അനിയൻ വാവയ്ക്ക് ഒരു കിൽക്കാമ്പട്ടി വാങ്ങിക്കണം നോക്കി കുറേ നേരം നോക്കിക്കൊണ്ട് നിന്നു. അത് വാങ്ങിച്ചു. പിന്നെ പ്ലേറ്റുകൾ, വെറൈറ്റി പ്ലേറ്റുകൾ, ഇതേ ഇലയുടെ കളറിലുള്ള പ്ലേറ്റുകളൊക്കെ വാങ്ങിച്ചു. കുറേ വെറൈറ്റി ഭരണികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഭരണി, പിന്നെ ഇതൊക്കെ പ്ലാസ്റ്റിക് ഫ്ലവർ വേസ് ആണ്, നല്ല ഭംഗിയാണ് കാണുന്നത്. പിന്നെ ഫേസ് മാസ്ക്, അതും അല്ലിക്ക് ഇഷ്ടപ്പെട്ട 1-2 വാങ്ങിച്ചു. ഫെദറിന്റെ മാലാഖ പോലെ ഇരിക്കുന്ന ഒരെണ്ണം. ഇതാണ് അല്ലിക്ക് ഇഷ്ടപ്പെട്ടത്. ഡാക്കിനിയുടെ അത്രയധികം മാസ്ക് ഇരുന്നിട്ടും അല്ലിക്ക് ഡാക്കിനിയാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ അല്ലി വഴക്കുണ്ടാക്കിയ വാങ്ങിക്കാതിരിക്കാൻ പറ്റൂലല്ലോ, അതും വാങ്ങിച്ചു. അച്ചുകൊണ്ടിട്ട മൈലാഞ്ചി ഇടണമെന്ന് അല്ലി വീട്ടിൽ നിന്നേ പറഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ട് അച്ചുകൊണ്ടുള്ള മൈലാഞ്ചിയൊക്കെ ഇട്ട് അല്ലി നല്ല ഹാപ്പി ആയിട്ടാണ് തിരിച്ചു പോകാൻ ഒരുങ്ങിയത്. അപ്പോൾ അതേ പോകുന്ന വഴിക്ക് വാച്ച് കട. വാച്ച് ഞാൻ സെലക്ട് ചെയ്ത് വേറെ, അവളെടുത്തത് വേറെ, പതിവ് പോലെ തന്നെ. പിന്നെ അല്ലിക്ക് 3-4 പൂക്കൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ വാങ്ങിച്ചു. ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പരിപ്പോട നെയ്യപ്പൊക്കെ തട്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ, വീണ്ടും കാണാം.